ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പിങ്ക് പാലടയുടെയൊക്കെ അതേ ടേസ്റ്റിലുള്ള നല്ലൊരു പായസമാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നത് മക്രോണി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. 1 കപ്പ് മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മക്രോണിയൊക്കെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ 1-2 കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പായസത്തിൽ വലിയതായിട്ട് ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പാൽപ്പൊടിയും വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. കട്ടിയാവാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ 1 ലിറ്റർ പാലെടുത്തിട്ട് അത് ഒന്ന് കുറുക്കി തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു പായസം ആയതുകൊണ്ട് നമ്മളിത് പാൽപ്പൊടി വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. പാൽപ്പൊടിയും കൂടെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് തിക്കായി കിട്ടും. അതുപോലെ ആ ഒരു പാല് കുറുകി വന്ന ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് പാൽപ്പൊടി ഒന്ന് ഇതിലേക്ക് കലക്കി ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത് 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പാൽപ്പൊടിയാണ്. 1 കപ്പ് പാൽപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ ആണ് കലക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾ പാല് വറ്റിച്ചെടുക്കുന്ന ആ ഒരു സമയമൊന്നും വേണ്ട. പാല് മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലൊക്കെ വറ്റി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മക്രോണിയും പാലൊക്കെ ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കും കൂടി കിട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ നോക്കൂ, എന്നാൽ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കുറച്ച് കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പായസത്തിന് കുറച്ചും കൂടി ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഉരുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം നല്ല ചൂട് വേണം കേട്ടോ ഈ ഒരു സമയത്ത്, എന്നാലേ ഇത് മെൽറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ കാരമലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ പായസം നല്ല കളറൊക്കെ ആയി പിങ്ക് പാലടയുടെ അതേ രുചിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ പാലടയുടെയൊക്കെ അതേ രുചിയിലുള്ള മക്രോണി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്